ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ കാലമായി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്രാഫ്റ്റ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തോ വാങ്ങിച്ചപ്പോൾ ഞാൻ ആ വേസ്റ്റിൽ നിന്ന് വറുക്കിയെടുത്ത കാർഡ്ബോർഡാണത്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ പൊക്കിക്കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ഞാൻ ഇതുവരേക്കും ടെക്സ്ചർ പെയിൻറ്റിങ് പോലത്തെ സംഭവം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് എടുത്തൊരു കാർഡ്ബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതുമ്മ ഒരു മിറർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ മിററിൻ്റെ തൊട്ട് മുകളിലായിട്ട് 2 കണ്ണാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കി. ഒരു കണ്ണ് തീരെ ശരിയാവണില്ല. പക്ഷേ ഞാൻ അതിനെ എങ്ങനെയൊക്കെയോ ചെയ്തെടുത്ത്. പിന്നെ എൻ്റെ പാലറ്റ് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, എൻ്റെ പെയിൻറ്റിങ് പാലറ്റാണ് കേട്ടോ. അത് കഴുകാണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം നീല കളറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് ബ്ലൂ ആണത്. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് മെയിൻ സംഭവമായ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ സാധാ പേപ്പർ ആയാലും മതി. പക്ഷേ ടിഷ്യൂ പേപ്പർ ആയിരിക്കും ഇതിനും കൂടെ റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൽ ഈ നീല കളർ പെയിൻ്റൊന്ന് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഈ പേപ്പർ നല്ലോണം കുതിരണം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഞാനിത് ധൃതി കാരണം ഇത് പെട്ടെന്നാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. ബട്ട് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ച് ചെയ്തതാണ്. ഇതിന് നല്ല പോലെ ഇങ്ങനെ കുത്തണം കേട്ടോ, എന്നാലേ ഇത് ഒരു പീസായിട്ട് കിട്ടുള്ളൂ. നല്ല പോലെ പീസായിട്ട് കുഞ്ഞു പീസായിട്ട് വേണം നമുക്കിത് കിട്ടാൻ. ഇനി നമ്മൾ വീണ്ടും ഇതിനെ കുത്തി ആ ഒരു ഇതൊക്കെ കഴിയുമ്പോൾ അത് ഓവറായിട്ട് ചെറുതായി എന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം കൂടി എടുത്തൊന്ന് പിഴിയണം. അത് ഇപ്പം ഞാനൊരു സെക്ഷനാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതേപോലെ വേറൊരു സെക്ഷനും കൂടി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ആ ഒരു പിഴിഞ്ഞെടുത്തത് വീണ്ടും ഒന്ന് നല്ല പോലെ പീസാക്കി എടുക്കുകയാണ് കേട്ടോ. പീസാക്കി അതിന് ഞാൻ ഉണങ്ങാൻ വെച്ച്. പിന്നെ നമ്മൾ അടുത്ത സെറ്റ് ഇട്ട് ഇതേപോലെ കുത്തി പീസാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ മെയിൻ ഒരു ഭാഗമാണിത്. അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ അത് രസം ഉണ്ടാവില്ല. കാണുമ്പോൾ ഭയങ്കര വലിപ്പമുള്ളതുപോലെ ഫിനിഷിങ് ഇല്ലാണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് പീസാക്കണത് കേട്ടോ. ഇങ്ങനെ കുത്തിയിട്ട് വേണം അത് പീസാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ 2 സെക്ഷനും കഴിഞ്ഞ് ഇതിനെ രണ്ടിനും ഒരുമിച്ചിട്ടിട്ട് വീണ്ടും കുത്തി പീസാക്കണം. ഇതിൽ ഇത്തിരി വെള്ളമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ധൃതി, അത് കാരണം ഇതിനകത്ത് ഇത്തിരി വെള്ളമൊക്കെ വന്നു. ഇത് സത്യം പറഞ്ഞാൽ ഉണങ്ങിയിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. എനിക്ക് ധൃതി കാരണം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എടുത്ത്. പക്ഷെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേത് ഇത്തിരിയും കൂടെ പെർഫെക്ഷനിൽ കിട്ടും. എന്നിട്ട് അതിനകത്തേക്ക് പെയിൻറ്റ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ വൈറ്റും ബ്ലൂവും ഒന്നും കൂടെ മിക്സ് ചെയ്തു. കാരണം എനിക്ക് ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, വെള്ളം കൂടിയ കാരണം ഇങ്ങനെ ഇരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ നമ്മൾ കളയണം. ഇത്ര വെള്ളം സത്യം പറഞ്ഞാൽ പാടില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യണോണ്ട് പെട്ടെന്ന് കുത്തി കുഞ്ഞു പീസാക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ തീരെ വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മറ്റേത് തന്നെയാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് പെർഫെക്റ്റ് ആവുക നമ്മൾ ചെയ്ത് വരുമ്പോൾ. പിന്നെ അതിനകത്തേക്ക് ഗം ഒഴിക്കുക. ഞാൻ ഫെവിഗമ്മാണ് ഒഴിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഫെവിക്കോള് ആയാലും മതി. കാരണം ഫെവിക്കോളാണ് ഇത്തിരി കൂടെ പെർഫെക്റ്റ് ആയിരിക്കുക. കാരണം ഫെവിക്കോള് വൈറ്റും ആണ്. പിന്നെ കൂടുതൽ പെർഫെക്ഷൻ വരാൻ ഫെവിക്കോൾ ചെയ്യുമ്പോഴാണ്. എന്നിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്ത് കുത്തി ഇതാക്കിയിട്ട് ഞാൻ ബോഡി ഒട്ടിച്ച്. അപ്പോഴാണ് ഇതിന് വെള്ളം കൂടുതൽ കാരണം ബോർഡുമോ ഒട്ടണില്ല. അങ്ങനെ ഞാൻ ഇത് ഒട്ടാത്ത കാരണം അത് ഒന്ന് ലൈറ്റായിട്ട് പിഴിഞ്ഞിട്ട് ബോർഡുമ്മൽ ഗമ്മും തേച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തീരെ പശയില്ലല്ലോ, നമ്മൾ പിഴിഞ്ഞളഞ്ഞപ്പോൾ ആ പശ പോയല്ലോ. അപ്പോൾ ഞാൻ ബോർഡുമ്മ പശ വെച്ചിട്ട് ഒട്ടിക്കാൻ
എളുപ്പമാണ്. ഫുൾ പശ നമ്മൾ തേക്കണം ബോർഡുമ്മ പശ ഇല്ലെങ്കിൽ ഇതാ മര്യാദക്ക് ഒട്ടില്ല. അപ്പം ഞാൻ ചുറ്റിനും ആ കണ്ണുമ്മ പശ തേക്കരുതല്ലോ, അപ്പം ഞാൻ അതൊക്കെ നോക്കി ഇതൊക്കെ ആയി. ഇത് നല്ലപോലെ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഗമ്മ് ഫെവിഗമ്മാണ് കേട്ടോ, ഫെവിക്കോളായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. എന്നിട്ട് ഞാൻ വീണ്ടും ഇത് വെച്ച് നോക്കി, ഒട്ടിച്ച് നോക്കി. സംഭവം ശരിയാവാൻ ഇത്തിരി പണിയാണ്. ഇത് ഒട്ടിച്ചിട്ട് ഒട്ടണമില്ല, വെള്ളം കൂടുതലായാലും ഒട്ടണമില്ല. ഞാൻ വിചാരിച്ചു കോളായിപ്പോയി. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ വീഡിയോയിൽ ഇത്തിരി കണ്ടിട്ടുള്ളൂ. പക്ഷെ അവർ ചെയ്ത പോലെയല്ല ഞാൻ ചെയ്യണേന്നാണ് തോന്നണത്. അങ്ങനെ ഞാനിങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ഒട്ടുമ്പോൾ മറ്റേ ഭാഗം ഒട്ടൂല. അങ്ങനെ പകുതി നമ്മളെ ടൂളുമ്മലും ആവുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ച് കുത്തി കൊടുക്കുമ്പോൾ ഇത്തിരി കൂടെ ശരിയാവുന്നുണ്ട്. അപ്പം വീണ്ടും നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര ഇല്ല, ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡുമ്മ ഫുള്ള് ഈ ഒരു കളർ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത് ഗൈസ്. ഞാൻ എടുത്ത ടിഷ്യൂ പോരായിരുന്നു, അതുകൊണ്ട് ആ ബോർഡ് ഫുള്ള് ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യുക, അതൊരു ഡിസൈൻ പോലെ ആക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് മേഘത്തിൻ്റെ പോലത്തെ ഡിസൈനാണ്. പിന്നെ അതാണ് ഇത് ഇങ്ങനെ വരാനുള്ള കാരണം, ഈ ലൈറ്റ് ബ്ലൂ ഇങ്ങനെ വരാനുള്ള കാരണം. പിന്നെയാണ് ഞാൻ ആ കണ്ണ് ശ്രദ്ധിച്ചത്. അപ്പം എനിക്ക് വേറെ കുറേ ഐഡിയകൾ വന്നു. ഏതെങ്കിലും എനിമലിനെ ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഇതിപ്പം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മടിയാണ്. പിന്നെ ഇത് കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെയെങ്കിലും ചെയ്തത്. അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഒറ്റക്കുണ്ടാക്കിയ എന്തെങ്കിലും ജീവി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യ ഡിസൈൻ തന്നെ നിർത്തി. അതിന് ശേഷം ഞാൻ മുന്നത്തത് ഭയങ്കര വെള്ളമായിട്ട് പാളിപ്പോയുണ്ട്. ഞാൻ അടുത്ത സെറ്റ് എടുത്തപ്പോൾ വെള്ളത്തിൽ മുക്കിയ ടിഷ്യൂ ആണ് എടുത്തത്. എന്നിട്ട് അത് ചെറുതായിട്ട് പിഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ നേരത്തേതിനേക്കാളും ശരിയായാലോ എന്നൊക്കെ വെച്ച് ഞാൻ ചെയ്തു നോക്കി. പക്ഷെ അത് ഇത്തിരി കൂടെ ശരിയാവുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുത്താനൊക്കെ എളുപ്പമാണ്. നമുക്ക് വെള്ളം ഉള്ളതുകൊണ്ട് കുത്താനൊക്കെ എളുപ്പമാണ്. പിന്നെ അതിനകത്തേക്ക് ഞാൻ ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വേണ്ട ഡാർക്ക് ബ്ലൂ ആണ്. കാരണം നേരത്തെ ലൈറ്റ് ബ്ലൂ ആക്കിയതുകൊണ്ട് ഇപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ്. കാരണം നമ്മളെ ഡിസൈൻ സെറ്റായി വരണ്ടേ എന്നൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഡാർക്ക് ബ്ലൂ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത്. പിന്നെ കുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് വീണ്ടും പിച്ചി എടുക്കുകയാണ്. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണത്. അത് ഞാൻ പിച്ചി ഇതിനെ ഭയങ്കരമായിട്ട് പൊടി പോലത്തെ പീസുകളാക്കുകയാണ് കേട്ടോ. നല്ലോണം അങ്ങനെ ആക്കിയതിന് ശേഷം കളറ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി ഞാൻ കയ്യുമ്മലാക്കി. അതാകുമ്പോൾ പിച്ചാനും എളുപ്പമായിരിക്കും, അതേപോലെ കളറും നല്ലോണം പിടിക്കുമല്ലോ എന്നൊക്കെ വെച്ച് ഞാൻ കയ്യുമ്മ ഇട്ടിങ്ങനെ ഉരുട്ടിയൊക്കെ ഭയങ്കര കുഞ്ഞ് പീസാക്കി. അങ്ങനെ ഇത് പീസാക്കി ഇതാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ആ ബൗളിലേക്കിട്ട് അതിന് നല്ലോണം കുത്തി വീണ്ടും ഒന്ന് പൊടിയാക്കിയതിന് ശേഷം ഞാൻ ഗമ്മ് ഒഴിച്ചെടുത്തു കേട്ടോ. നേരത്തെ പോലെ തന്നെ നല്ലപോലെ ഗമ്മ് ഒക്കെ ഇതിനകത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഗമ്മ്, ടിഷ്യൂ, പെയിൻറ്റ്, അതൊക്കെ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വർക്കുമ്മൽ. അപ്പോൾ ഈ ഗമ്മ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കുത്തിയപ്പോൾ നേരത്തേതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഈ ഒരു ഇതാണ് തോന്നിയത് കേട്ടോ. അതിന് ശേഷം ഇതുമ്മലും നേരത്തെ ഒഴിച്ച ഗമ്മൊക്കെ ഉണങ്ങിപ്പോയി ഗൈസ്. കാരണം ഇതിന് നല്ല പണിയുണ്ട്. അപ്പോൾ കുറേ ടൈം എടുക്കും ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു നീല കളറ് ഓൾറെഡി അതും ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഒരു നീല കളർ കാണുന്നത് നമ്മൾ നേരത്തെ എടുത്ത പെയിൻറ്റിങ് ബ്രഷില്ലേ അതുമ്മ തന്നെയാണ് ഞാൻ ഈ ഒരു ഗമ്മ് പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അതുമ്മയ്ക്ക് വെച്ചെടുത്തപ്പോൾ എനിക്ക് ആ ഒരു കളറ് അങ്ങനെ ഒക്കെ എനിക്ക് കുറേ ഐഡിയകൾ വന്നു പെട്ടെന്ന്. അങ്ങനെ നീല കളർ അടിച്ചതിന് ശേഷം
ചെയ്താൽ മതിയായിരുന്നു. ചെറിയ റിഗ്രറ്റൊക്കെ അടിച്ചു. പക്ഷെ പിന്നെ ഒട്ടിച്ചൊട്ടിച്ച് വന്നപ്പോൾ അത് ശരിയായി തുടങ്ങി. അപ്പോൾ എനിക്ക് ആ റിഗ്രറ്റ് അടിച്ചതൊക്കെ മാറി. അങ്ങനെ ഞാൻ ഇത് വീണ്ടും മറ്റേതിനേലും ടഫ് ഇതായിരുന്നു കേട്ടോ ചെയ്യാൻ. മീൻസ് ഒട്ടിക്കാൻ ടഫായിരുന്നു. ബാക്കി എല്ലാ കാര്യവും ഇതിന് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ ചെയ്യാൻ. ഒട്ടിക്കാൻ ഭയങ്കര പണിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ അത് ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, നേരത്തെ ചെയ്തത് ഇതിൻ്റെ ഇടയിലുള്ളതുകൊണ്ട് ഇത് സ്വസ്ഥമായിട്ട് നമുക്ക് മര്യാദക്ക് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് ഒട്ടിക്കണ ഭാഗമാണ് കേട്ടോ. ഭയങ്കര പണിയാണ് ഇത് ഒട്ടിച്ചെടുക്കാനാണ് ഇതിന് ഏറ്റവും പണി. ഗമ്മും ഉണങ്ങിപ്പോവും. നമ്മൾ ഇങ്ങനെ ഈ സാധനം ഇട്ട് ഈ ബോർഡുമ്മേൽ ഇരിക്കുകയില്ല. അപ്പം നമുക്ക് എന്താണ് അപ്പം നമുക്ക് വിചാരിക്കും, ഇതിട്ടിട്ട് പോയാലോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തു. ഇത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ പരിപാടിയാണ് ഈ ഒരു കുഞ്ഞ് ബോർഡുമ്മേ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഗമ്മ് നമ്മൾ